ഹലോ അർമീസ്. എല്ലാവർക്കും എന്നോട് ഭയങ്കര ദേഷ്യമായിരിക്കില്ലേ കൊറിയയിലേക്ക് പോയിട്ട്. ജിമിൻഷിയുടെ പ്ലാൻ എന്താണെന്ന് അറിയാഞ്ഞിട്ട് എല്ലാവർക്കും ഭയങ്കര ക്യൂരിയസ് ആയിട്ട് നിൽക്കാമെന്ന് എനിക്കറിയാം. ഇനിയിപ്പം നിങ്ങളൊക്കെ പറഞ്ഞാൽ മതി, വല്ല ആക്സിഡൻറ്റും പറ്റിയെന്ന് പറഞ്ഞ് പറ്റിക്കുമോ? ഇനിയിപ്പോൾ അതുമല്ല, ഇനി കുക്കി കൊറിയയിലേക്ക് പോവുമോ? എന്തായിരിക്കും പ്ലാന്? നമുക്ക് നോക്കണ്ടേ. ഏതായാലും ഇത്രയൊക്കെ ആയ സ്ഥിതിക്ക് നമ്മുടെ തേയൻ്റെ സ്ഥിതി എന്താണെന്ന് അറിയില്ലല്ലോ. ഏതായാലും അവിടെ ഫസ്റ്റ് ഡേ ആയിരിക്കും കോളേജിലത്തെ ഇന്ന്. അപ്പം നമുക്ക് അവിടുത്തെ സ്ഥിതി എന്താണെന്ന് നോക്കണ്ടേ. നമുക്കൊന്ന് പോയി നോക്കിയാലോ. നിങ്ങളൊക്കെ റെഡിയല്ലേ? ഏതായാലും വാ, നമുക്ക് പോയി നോക്കാം എന്താണ് അവിടെ അവസ്ഥ എന്ന്. അവളതെല്ലാം ഓവർവേക്ക് ചെയ്ത് പോയിട്ടുണ്ടോയെന്ന് നമുക്ക് നോക്കണ്ടേ. നമുക്ക് ഓവർകം ചെയ്തിട്ടുണ്ടോ എന്ന് നോക്കാം. പിന്നെ ആരും എന്നെ ചീത്ത പറയരുതേ. ആരും ചീത്ത പറയരുത്, വർക്കൊന്നും ചെയ്യരുത്. നമുക്ക് നോക്കാം. നിങ്ങളെ ആഗ്രഹം പോലെ തന്നെ ചെയ്യാൻ ഞാൻ. എന്നാ വാ, നമുക്ക് പോയി നോക്കാം. അപ്പോൾ ഇതാണ് ആർമീസേ ഇനി മുതലത്തെ പഠിക്കാൻ പോകുന്ന ബാങ്ടൺ കോളേജ്. ആർട്സ് ആൻഡ് സ്പോർട്സ് എല്ലാ ഐറ്റമായിട്ടുള്ള എല്ലാ സംഭവമുള്ള നമ്മുടെ ഏറ്റവും ഫേവറേറ്റായ കോളേജ്. ഓക്കെ. അങ്ങനെ ഫസ്റ്റ് ഡേ കോളേജ്. കുക്കി, ഐ വിൽ മിസ് യു. അങ്ങനത്തെ കോളേജിലേക്ക് നടക്കാൻ തുടങ്ങി. അങ്ങനെ കോളേജിൻ്റെ ഗ്രൗണ്ടിലെത്തിയപ്പോൾ എൻ്റെ അമ്മ, എന്നാ വലിയ ഗ്രൗണ്ടാ! ഈ കോളേജൊക്കെ കാണാൻ എന്ത് ഭംഗിയാ! ഈ ഐഡൽസൊക്കെ ഇവിടെ തന്നെ ആയിരിക്കുമല്ലേ പഠിക്കുന്നതൊക്കെ. അടിപൊളിയായിട്ടുണ്ട്. എന്തായാലും ഞാനിപ്പം ഇനി എവിടേക്കാ? ക്ലാസ് റൂമിലേക്ക് ആദ്യം പോകാം. അല്ല, അതിനിപ്പം ഞാൻ എവിടെ പോയിട്ടപ്പോൾ ക്ലാസ് തിരഞ്ഞ് കണ്ടുപിടിക്കുന്നത്? ആരുടെങ്കിൽ ചോദിച്ചാലോ? ഹലോ കുട്ടി, ഏയ് തന്നെ ഒന്നിങ്ങോട്ട് വന്നേ. എന്നെയാണോ? ദൈവമേ, ഡ്രാഗിങ് ആണോ? താനിവിടെ ന്യൂ ആണോ? ഇതുവരെ കണ്ടിട്ടില്ല, അതുകൊണ്ടാണ് ചോദിച്ചത്. അതേട്ടാ, ഞാനിവിടെ ന്യൂ ആണ്. ഞാൻ എൻ്റെ ക്ലാസ് തപ്പി ഇറങ്ങിയതാണ്. അതിന് താനെന്തിനാണ് പേടിക്കുന്നത്? ഞാൻ തന്നെ ഒന്നും ചെയ്യില്ല. ഞാൻ ഡ്രാഗിങ് ചെയ്യാൻ വന്നതൊന്നുമല്ല, നീ അത് കരുതണ്ട. ഇപ്പോഴാ സമാധാനമായി. ആണോ? ഞാൻ കരുതി എന്നെ ഡ്രാഗിങ് ചെയ്യാൻ വന്നതായിരിക്കുമെന്ന്. അത് തന്നെ കണ്ടപ്പോഴേ എനിക്ക് തോന്നി, തൻ്റെ മുഖത്തിൻ്റെ ആ വിളർച്ചൽ കണ്ടപ്പോൾ. താൻ പേടിക്കണ്ട, ഞാൻ തന്നെയാണ് ഇവിടെ കാത്തിരുന്നത്. എന്നെയോ? എന്തിന്? അല്ല, എന്നെ ഇങ്ങനെ അറിയാം? ആടി, അതെ തന്നെ. താനൊക്കെ തേങ്ങി? അതെ, ഞാൻ തന്നെയാ തേങ്ങി. അല്ല, എൻ്റെ പേരെങ്ങനെ നിങ്ങൾക്കറിയാം? അതെനിക്കറിയാം. എനിക്ക് പ്രിൻസിപ്പാളാണ് കാണിച്ചു തന്നെ തൻ്റെ ഫോട്ടോയും പേരും ഡീറ്റെയിൽസും എല്ലാം. അതാണ് എനിക്ക് തന്നെ വേഗം മനസ്സിലായത്. താൻ വാ, ആദ്യം പ്രിൻസിപ്പാളിൻ്റെ അടുത്ത് പോവാം, എന്നിട്ട് മതി ക്ലാസ്സൊക്കെ ഞാൻ തന്നെ കാണിച്ചു തരാം. വാ. അങ്ങനെ എൻവോയും നമ്മുടെ തേയും പ്രിൻസിപ്പാളിൻ്റെ റൂമിലേക്ക് പോയി. സർ, മേ ഐ കം ഇൻ സർ? യാ, കമിങ്. തേങ്ങി, താൻ എത്തിയോ? താൻ എപ്പോഴെത്തി? സാറോ? സാർ ബാങ്ടൺ കമ്പനിയിലെ മാനേജറല്ലേ? VTSൻ്റെ? അത് എനിക്ക് മാറിയതാണോ? യാ, നിനക്ക് തെറ്റിയിട്ടൊന്നുമില്ല, അയാൾ തന്നെയാണ് ഞാൻ. നീ പേടിക്കണ്ട, ഈ കോളേജിൻ്റെ എല്ലാ അധികാരവും എനിക്ക് തന്നെ. ഞാൻ തന്നെ വിളിച്ചത് എന്താണെന്ന് വെച്ചാൽ, ഞാൻ തൻ്റെ പെർഫോമൻസ് കണ്ടു, എന്നതാണെന്ന അടിപൊളിയായിട്ടുണ്ട്. അതാണ് ഞാൻ നിന്നെ വിളിപ്പിച്ചേ. എന്താ സർ, വീഡിയോയോ? എന്ത് വീഡിയോ സർ? താങ്ക് യു സർ. ആടോ, താൻ കണ്ടില്ലേ അവൾ അപ്ലിക്കേഷനിൽ അവൾ വിട്ടു തന്ന വീഡിയോ, ട്രയൽ വീഡിയോ? താനത് കണ്ടില്ലേ? ഇല്ല സർ, ഞാൻ കണ്ടില്ല. ഞാൻ കുറച്ച് പേരത് മാത്രമേ കണ്ടിട്ടുള്ളൂ. ഓഹോ, അങ്ങനെയാണ് ഞാൻ നിനക്ക് കാണിച്ചില്ല. നീ ഇതൊന്ന് കണ്ടു നോക്കിയേ. ശരിക്കും ഇമ്പ്രസ്ഡായി. ഞാൻ മാത്രമല്ല, എത്രയോ പേര് പിന്നെ അവളുടെ ആപ്ലിക്കേഷൻ നോക്കിയ എല്ലാവരും അത്രയും ഇമ്പ്രസ്സായി നിൽക്കുകയാണ്. ഞാൻ അതുകൊണ്ടാണ് അവളെ പ്രത്യേകിച്ച് വിളിച്ചത്. നല്ലൊരു ചാൻസിൻ്റെ ഒരു ഓപ്പർച്യൂണിറ്റി നമുക്ക് വന്നിട്ടുണ്ട്. അപ്പം ഞാനത് അവളോട് പറയാമെന്ന് കരുതിയിട്ടാണ് അവളെ വിളിച്ചത് തന്നെ. അതും പറഞ്ഞ് സാറ് അവൾ ട്രയലായി അയച്ച ആ ഡാൻസ് കാണിച്ചു കൊടുത്തു.
Oh my, തേങ്ങി താൻ വിചാരിച്ച പോലെയൊന്നല്ലല്ലോ. ഇതിപ്പോൾ കണ്ട ശരിക്കും ഒരു ഐഡലാണെന്നേ പറയുള്ളൂ. ട്രയൽ എങ്ങനെയാണെങ്കിൽ ഒറിജിനൽ എങ്ങനെ ഉണ്ടായിരിക്കും? ഒരു രക്ഷയില്ല കേട്ടോ മോളെ, പൊളി. താങ്ക് യു. അല്ല സാർ എന്താ പറയാമെന്നതൊന്നും മനസ്സിലായില്ല. തൻ്റെ പ്രാക്ടീസും കാര്യങ്ങളൊക്കെ 2 ദിവസം കഴിഞ്ഞിട്ടേ തുടങ്ങുള്ളൂ. ഓക്കെ, ഇനിയും കുറച്ച് സെലക്ഷൻ ബോർഡും പാടെ ചെയ്യാനുണ്ട്. മോളത്തിപ്പോൾ കഴിഞ്ഞിട്ട് 2 മാസം കഴിഞ്ഞല്ലോ. ഇനിയിപ്പോൾ കുറച്ച് കുട്ടികളോട് ഇനിയും തിരഞ്ഞെടുക്കണം. 20-25 കുട്ടികളെയും കൂടി ഇനിയും തിരഞ്ഞെടുക്കാനുണ്ട്. അപ്പം അതിൻ്റെ അപ്ലിക്കേഷൻസ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഇനി അടുത്ത പ്രാക്ടീസും കാര്യങ്ങളൊക്കെ തുടങ്ങുള്ളൂ. നിങ്ങൾക്ക് തുടങ്ങും, 2 ദിവസം കഴിഞ്ഞാൽ തുടങ്ങും. അവർ ഇപ്പോൾ ഫ്രീ അല്ല, അവർ നല്ല ബിസിയാണ്, അതുകൊണ്ടാണ്. അപ്പം താൻ ക്ലാസ്സിലേക്ക് പോയിക്കോ, ക്ലാസ് ഇൻവോ കാണിച്ച് തരും. ഓക്കെ, പിന്നെ തനിക്കിവിടെ ഒന്നും അറിയില്ലല്ലോ, ഇവിടെ ലാംഗ്വേജൊക്കെ അറിയോ ഇവിടുത്തെ? എനിക്ക് കുറച്ചൊക്കെ എനിക്കറിയാം. ഞാൻ BTSൻ്റെ ഫാനാണ് സർ. അതുകൊണ്ട് എനിക്ക് കുറച്ചൊക്കെ ഞാൻ പഠിച്ചു വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. ദാറ്റ്സ് ഗുഡ് തേങ്ങി. എന്തായാലും ഇൻവോ താൻ ക്ലാസ് കാണിച്ചു കൊടുക്കും തേങ്ങിക്ക്. ഓക്കെ, എന്നാൽ തേങ്ങി നിങ്ങൾ ക്ലാസ്സിലേക്ക് പോയിക്കോ. ഓക്കെ സർ, താങ്ക് യു. അപ്പോൾ ഇൻവോ ക്ലാസ്സിലേക്ക് പോയി നമ്മളെ തേങ്ങ കൂട്ടിയിട്ട്. അപ്പോൾ തേയ, ഇതാണ് തൻ്റെ ക്ലാസ്. പിന്നെ നമ്മൾ തമ്മിൽ പരിചയപ്പെട്ടില്ലല്ലോ. എൻ്റെ പേര് ഇൻവോ. ഓക്കെ, എൻ്റെ പേര് തേങ്ങി. എന്നെ തേയെന്ന് വിളിച്ചാൽ മതി. തേങ്ങി എന്ന് വിളിക്കേണ്ട, എനിക്ക് തേയെന്ന് വിളിക്കുന്ന ഇഷ്ടം. അങ്ങനെയാണെങ്കിൽ താൻ പോയി ഇരുന്നോ. ഇപ്പോൾ മിസ്സ് വരാനാവുന്നതേ ഉള്ളൂ. താൻ പോയി ഇരുന്നോക്കെ. എന്നാൽ ശരി, നമുക്ക് ഫ്രീ ടൈമിൽ കാണാം. ബൈ. ഓക്കെ, താങ്ക് യു, ബൈ. അങ്ങനെ തേ അവിടെ പോയി അവളെ സീറ്റിൽ പോയി ഇരുന്നു. ഇതേ സമയം
നമ്മൾ അവിടെ എന്താ ചെയ്യുന്നത് നോക്കണ്ടേ? നമ്മളെ ചിമ്മിച്ചാനും കുക്കിയും ഒക്കെ എന്താ ചെയ്യുന്നത്? ചിമ്മി ഈ പ്ലാൻ നടക്കുമോ? എനിക്ക് നല്ല സംശയമുണ്ട് ഇത്. പിന്നല്ലാതെ നടക്കാതെ എവിടേക്ക് പോകാൻ? അതിന് ജങ്കുക്ക് പറഞ്ഞതേ നടക്കുന്ന കാര്യമല്ല. തൻ്റെ പ്ലാൻ വല്ല സക്സസ്ഫുൾ ആവുമെന്നാണ് ചോദിച്ചത്. ഓ, എന്നതടി ചളി അടിക്കുന്നേ? എനിക്ക് വലിയ ചളിയായിട്ടൊന്നും തോന്നുന്നില്ല. ഞാൻ അത് തന്നെയാണ് പറഞ്ഞത്. പ്ലാനൊക്കെ നടക്കും. അതൊക്കെ സക്സസ്ഫുൾ തന്നെ ആവും. നീ കണ്ടോ? വെയിറ്റ് ചെയ്യാം. എനിക്കെന്തോ പേടിയൊക്കെ ആവുന്നു. ഇനിയിപ്പോൾ അവിടെ പോയി അവൾക്ക് വല്ലതും സെറ്റാവുമെന്ന് ആർക്കറിയാം. എന്തോന്ന് സെറ്റാവാനോ? ആരും അവൾക്കോ? ഇല്ല, അങ്ങനെയൊന്നും ഉണ്ടാവില്ല. കുക്കി, ആ സാധ്യതയെ തള്ളിക്കളിയൊന്നും വേണ്ട. പിന്നെ നമ്മൾ നമ്മുടെ ഏറ്റവും ബെസ്റ്റ് തന്നെ ഇതിന് നമ്മൾ പരിശ്രമിക്കും. നമുക്ക് അവളെ എത്ര മണി തിരിച്ചു കൊണ്ടുവരണം, അതേപ്പോ ഉള്ളൂ. ഏതായാലും നമുക്ക് നോക്കാം എവിടെ എത്തും എങ്ങനെയാകും എന്നൊക്കെ. ഞാൻ പറഞ്ഞത് ശരിയല്ലേ യഞ്ചി? അതെ അതെ, അത് തള്ളിക്കളയാനൊന്നും പറ്റില്ല. കാരണം ഞങ്ങളുടെ ദയ അത്ര ഭംഗിയില്ലാത്തവളൊന്നുമല്ല. സൂപ്പറാ. മറ്റുള്ള പെൺകുട്ടികളെ പോലെ അവൾ അത്രക്കാരിയൊന്നുമല്ല. തികച്ചും വ്യത്യസ്തയാണ്. എനിക്കറിയാം അവളെ. ആർക്കും ഒന്ന് കണ്ട ഒന്ന് നോക്കിപ്പോകാൻ തോന്നും. അവൾ അത്രക്കും ഭംഗിയല്ലേ. ചിമ്മിൻ തന്നെ പോലെ തന്നെയാ. നീ എന്താ പറഞ്ഞേ? എന്നെ പോലെയോ? അപ്പോൾ ഞാൻ ഹാൻസം ആണെന്നാണ് അല്ലേ? അയ്യോ, ആ മുഖത്തൊരു ചിരി കണ്ടില്ലേ? ഒന്ന് പോയി. ഞാൻ ചുമ്മാ പറഞ്ഞതാ. എൻ്റെ തേൻ്റെ അടുത്തൊന്നും താനെത്തില്ല. പാവം നമ്മുടെ കുക്കി. ഇവരിങ്ങനെ ഫണ്ണിങ്ങനെ അടിച്ചുകൊണ്ടിരിക്കുക. ആ ഫണ്ണൊക്കെ കുത്തി കയറി പോകുന്നത് നമ്മുടെ കുക്കിയുടെ ഹൃദയത്തിലേക്കാണെന്ന് ഇവരാരും ഓർക്കുന്നില്ല. എന്ത് ചെയ്യാനാ ജിമ്മി? എനിക്ക് ഒരു ദിവസം പോലും എനിക്ക് ശ്വാസം മുട്ടുന്നു. എനിക്കിങ്ങനെ പറ്റില്ലടാ. ഇത് എത്ര ദിവസം എന്ന് വെച്ചിട്ട് ഞാനിങ്ങനെ വെയിറ്റ് ചെയ്യുന്നേ. നീ എന്താ ഇങ്ങനെ വെയിറ്റ് ചെയ്യാൻ പറയുന്നേ? എപ്പോഴാണ് ഇതൊന്ന് ശരിയാവുക? എത്ര ദിവസം പിടിക്കുക? കുറഞ്ഞ ഒരു 2 മാസമൊക്കെ ഉണ്ടാവാൻ മതിയാവും. എനിക്ക് തോന്നുന്നത് അങ്ങനെയാണ്. പിന്നെ ചിലവരുടെ പെർഫോമൻസ് അനുസരിച്ചായിരിക്കും ഉണ്ടാവുക. നീ പറഞ്ഞു വരുന്നത് എന്താ? അപ്പോൾ കൊള്ളൂലേ? നിങ്ങൾ അപ്പോഴല്ലേ പറഞ്ഞത് കൊള്ളാമെന്ന്. ഇപ്പം നിങ്ങളെന്താ ഇങ്ങനെ പറയുന്നത്? കുക്കി, അത് കൊള്ളൂല എന്നല്ല ചിമ്മി പറഞ്ഞത്. കൊള്ളാം, പക്ഷെ മറ്റുള്ളവരെങ്ങനെ എടുക്കാമെന്ന് അറിയില്ലല്ലോ. അതാണ് ചിമ്മി പറയുന്നത്. നീ അതൊന്ന് മനസ്സിലാക്കുക കുക്കി. നിങ്ങൾ ടെൻഷൻ ആവല്ലേ. നീ ഒന്ന് വെയിറ്റ് ചെയ്യേ. ഓക്കെ, ഇതെല്ലാം എൻ്റെ പ്രശ്നമാണ്. ഞാൻ അന്നേ എനിക്കത് മനസ്സിലായില്ല. എല്ലാം എൻ്റെ തെറ്റാണ്. സോൾ മൈ ഫോൾട്ട്. ജങ്കു, നീ ഇങ്ങനെ സ്വയം പഴിച്ചല്ലേ. നിങ്ങളതൊക്കെ വിട്ടേ. സമയമുണ്ടേനു. നിങ്ങൾ വന്ന് ക്ലാസ് തുടങ്ങാനായി. നമ്മൾ ക്ലാസ്സിൽ പോവാം. വാ ചിമ്മിച്ചായ, യുഞ്ചി, കുക്കി വാ. എല്ലാം വരും, ടൈമുണ്ട്. വാ വാ. അങ്ങനെ അവരെല്ലാം കുക്കിയെ കൊണ്ട് അങ്ങനെ ക്ലാസ്സിലേക്ക് പോയി. ഒരുവിധം അവനെ പറഞ്ഞ് കാര്യങ്ങളെല്ലാം മനസ്സിലാക്കിച്ചു. അങ്ങനെ നമ്മളെ കുക്കി ക്ലാസ്സിലിരുന്നിട്ടും ഒരു സമാധാനം ഒന്നും കിട്ടുന്നില്ല. അവർ പറഞ്ഞില്ലേ ഇനിയിപ്പോൾ അവിടെ വല്ല റിലേഷനും ഉണ്ടാവുമോ, അതൊക്കെ ആലോചിച്ച് ആകെ ടെൻഷനിൽ നിൽക്കുകയാണ് നമ്മുടെ കുക്കി. എന്താ ചെയ്യുക, എന്താ ഇപ്പോൾ ചെയ്യുക, ഇതെപ്പോഴാണ് ഒന്ന് ശരിയാവുക, എന്താ കാട്ടുക, പ്ലാൻ എന്നാ ഒന്ന് റെഡി ആവുക, അതൊക്കെ അവിടെ ആകെ ടെൻഷനിലാണ് കുക്കി. ഏതായാലും ഞാൻ വന്നപ്പം വിചാരിച്ച പോലെ ഒന്നല്ല, സംഗതി പൊളിയാ. തിരിച്ച് അവിടെ റൂമിലെത്തി. അവളൊരു ബുക്ക് എടുത്തു. കുറച്ച് നേരം ആ ബുക്കെല്ലാം വായിച്ച് പിന്നെ അവളത് എടുത്തു വെച്ചു. എന്നിട്ട് അവളുടെ ഫോണെടുത്ത് കുറച്ച് ഫോട്ടോസ് ഇങ്ങനെ മാറ്റി മാറ്റി നോക്കാൻ തുടങ്ങി. Real love, shawty G'd up. Got me bugging, I don't think that I can leave her. Let them hate, they ain't getting in between us. Hold this Gucci, match the Gucci on your sneaker. കുക്കി, നീ ശരിക്കും നല്ല ഹാപ്പി ആയിരിക്കുമല്ലേ ഞാനടുത്ത് പോകുന്നുണ്ട്? എനിക്ക് പറ്റുന്നില്ല. ഞാൻ ഓരോ നിമിഷം നിന്നെ ആലോചിച്ചുകൊണ്ടിരിക്കുക. എനിക്ക് നിന്നെ മറക്കാൻ പറ്റുന്നില്ല. ഞാൻ എൻ്റെ മാക്സിമം ശ്രമിക്കുന്നുണ്ട്, പക്ഷെ എനിക്ക് പറ്റുന്നില്ല.
ഞാൻ എന്താ ചെയ്യേണ്ടി? ലവ് യു കുക്കി, ലവ് യു സോ മച്ച്. അതും പറഞ്ഞ് നമ്മുടെ തേയ പൊട്ടിക്കരയാൻ തുടങ്ങി. അയ്യോ, എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല. എന്താ ചെയ്യപ്പാ? അപ്പോൾ ആർമിസേ, ഈ പാർട്ട് ഇവിടെ തീർക്കുകയാണേ. പിന്നെ നമ്മുടെ ഈ സ്റ്റോറി ഒരുവിധം കഴിയാറായിട്ടോ. ക്ലൈമാക്സിലേക്ക് ഇങ്ങനെ എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇനി വല്ലാണ്ടൊന്നും ഇല്ല. പിന്നെ എനിക്കറിയാം നിങ്ങൾ ഭയങ്കര സങ്കടത്തിലാണെന്ന്, അവർ രണ്ടുപേരും ഒന്നിപ്പിക്കാത്തതുകൊണ്ട്. പക്ഷേ എനിക്ക് തോന്നുന്നു അവരെ ഈ ഒരു പാട്ടിലും കൂടെ നമുക്കൊന്ന് വേർപിരിക്കാം. അടുത്ത പാട്ടിൽ നമുക്ക് ഒന്നിപ്പിക്കാം. ഓക്കെ ഓക്കെ, നോക്കാം കേട്ടോ. ഞാൻ ഉറപ്പൊന്നും പറയുന്നില്ല. ചിലപ്പോൾ ഒന്നിക്കായിരിക്കും, ചിലപ്പോൾ ഒന്നിക്കൂല. അവരെ പ്ലാൻ എന്താണെന്ന് പോലും ഇതുവരെ ഉറപ്പാക്കിയിട്ടില്ല. കഴിച്ചിലാകുമെന്ന് നമുക്ക് നോക്കാം. ആർമിസേ, നിങ്ങളൊക്കെ ഒന്ന് പറഞ്ഞു നോക്കി. ചിലപ്പോൾ അനുസരിച്ചെന്നൊക്കെ വരും. നിങ്ങളെപ്പോഴും നിങ്ങൾ ചെയ്ത് നോക്കി.